നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തു പറ്റി? എനിക്ക് തല കറങ്ങുന്ന പോലെ ഏട്ടത്തി. സാരമില്ല, ഇനി കുറച്ചുകൂടെ ഇല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാം. വാ, ഞാൻ പിടിക്കാം. ഞാനൊരു സ്വപ്നം കണ്ടു. ശിവരാമേട്ടനെ ആരൊക്കെയോ ചേർന്ന് ഉപദ്രവിക്കുന്നു. എന്നോട് ശിവരാമേട്ടൻ എന്തോ പറയാൻ ശ്രമിച്ചു. പക്ഷെ അതിനു മുന്നേ ബോധം പോയി. താൻ ഉറങ്ങുന്നതിന് മുമ്പ് അതെന്നെ ഓർത്താണ്. അതുകൊണ്ട് അതെന്നെ സ്വപ്നം കണ്ടത്. കുഞ്ഞിന്റെ കാര്യം പറയാൻ അയാൾ വന്നത്. പക്ഷെ അത് പറഞ്ഞു പൂർത്തിയാക്കാൻ പറ്റിയില്ല. ആ പോലീസുകാരൻ പറഞ്ഞത് അവരുടെ അന്വേഷണത്തില് ഇതൊരു കൊലപാതക ശ്രമമാണെന്നല്ലേ? എനിക്ക് വല്ലാത്തൊരു സംശയം തോന്നുന്നു സച്ചേട്ടാ. ഇവിടെ വന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് പോകാൻ നോക്കിയ ദിവസം തന്നെ അയാളെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നു. ആശുപത്രിയിലും ആരൊക്കെയോ ചേർന്ന് അയാളെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകുന്നു. ആരാ എന്താണെന്നൊന്നും ഒരു വിവരവുമില്ല. നമുക്ക് ഇക്കാര്യം പോലീസിൽ അറിയിച്ചാലോ? അറിയിക്കാം. എന്തായാലും പ്രാഥമികമായ അന്വേഷണത്തില് കൊലപാതക ശ്രമമാണെന്ന് തോന്നിയതുകൊണ്ട് പോലീസ് കാര്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ടാവും. ഞാൻ നാളെ സ്റ്റേഷനിൽ പോയി കാര്യം പറയാം. താൻ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. എടോ, ശിവരാമന്റെ കാര്യം താൻ വിട്. എനിക്ക് തന്നോട് വേറൊരു കാര്യം പറയാനുണ്ട്. ഞാനത് തന്നോട് പറയാൻ വിട്ടുപോയതാ. ഡോക്ടർ ഇഷാനെ വിളിച്ചായിരുന്നു. നാളെ തന്നെ ഡോക്ടർ ചെല്ലാൻ പറഞ്ഞു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ചില ടെസ്റ്റുകൾ കൂടി നാളെ നടത്താനുണ്ട്. ഇനിയും ടെസ്റ്റോ? മെഡിസിൻ കഴിക്കുന്നതിന്റെ ഓരോ ഘട്ടത്തിലും തന്റെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെ കുറിച്ച് ഡോക്ടർക്ക് അറിയണ്ടേ? എന്നിട്ട് വേണ്ടേ അടുത്ത സ്റ്റെപ്പ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് തീരുമാനിക്കാൻ? ഞാൻ പ്രഗ്നന്റ് ആവുമെന്ന് അവര് വെറുതെ പറഞ്ഞതല്ലോ. അത് സത്യമായിരിക്കുമല്ലോ അല്ലേ? തനിക്കെന്താ ഇപ്പോഴും ഒരു സംശയം? അവര് പറഞ്ഞത് 100% ശരിയാ. താൻ പ്രഗ്നന്റ് ആവും, നമുക്ക് കുഞ്ഞുങ്ങളും ഉണ്ടാവും. തന്റെ ആഗ്രഹങ്ങളെല്ലാം അതുപോലെ നടക്കുകയും ചെയ്യും. സച്ചേട്ടാ, സ്വന്തം രക്തത്തിലൊരു കുഞ്ഞുണ്ടാവുമ്പോ ഇപ്പൊ സച്ചേട്ടന് ഇവളോടുള്ള സ്നേഹം ഇല്ലാണ്ടാവോ? താൻ വെറുതെ മണ്ടത്തരം പറയല്ലേ. നമ്മുടെ ജീവിതത്തിലേക്ക് ആദ്യം വന്നത് ഇവളല്ലേ? ഇവളെ എന്റെ ആദ്യത്തെ കുഞ്ഞായിട്ട് തന്നെയാ ഞാൻ കണ്ടിട്ടുള്ളേ. വളരുമ്പോ ഇവളെ താൻ പ്രസവിച്ചല്ലെന്ന് ഇവൾ ഒരിക്കലും അറിയാൻ പാടില്ല. നമുക്ക് ജനിച്ച ആദ്യത്തെ കുഞ്ഞ്, അവൾ കൊണ്ടുവന്ന ഭാഗ്യമാണ് നമുക്ക് ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞ്. ദിവസം ടിവിയിലും പത്രത്തിലും ഒക്കെ ഓരോ വാർത്തകൾ കാണാൻ കേൾക്കുകയും ചെയ്യുമ്പോ എനിക്ക് പേടിയാ. എടോ, ലോകത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് തനിക്കറിയോ? പരസ്പരം സ്നേഹമില്ലായ്മ. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അതാ. 5 ആൺമക്കളുള്ള ഒരച്ഛനെ മക്കൾ ഉപേക്ഷിച്ച കഥ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു. സ്നേഹമുണ്ടെങ്കിൽ ആ 5 മക്കൾ അച്ഛനെ ഉപേക്ഷിക്കുമായിരുന്നു. ഇപ്പൊ ആർക്കും ഒന്നിനും സമയമില്ല. പക്ഷേ നമ്മുടെ മക്കൾ അങ്ങനെ ആവരുത്. അവര് പരസ്പര സ്നേഹത്തോടെ വളരണം. ഇവളെ നമ്മൾ എടുത്തു വളർത്തിയതാണെന്ന് ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ അറിയാൻ പാടില്ല. ഇവളാണ് നമ്മുടെ ആദ്യത്തെ കുഞ്ഞ്. ഇവള് കഴിഞ്ഞിട്ടേ നമുക്കിനി എന്തോ ഉള്ളൂ. ആദ്യം കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ. എന്തായാലും നാളെ പോയി ഡോക്ടറെ കാണാം. നാളെ രാവിലെ സ്നേഹം കൊണ്ട് നമ്മുടെ കുടുംബക്ഷേത്രത്തിലൊന്ന് പോണം. അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഡോക്ടറെ കാണാൻ പോവാം. ഇപ്പൊ എന്തിനാ കുടുംബക്ഷേത്രത്തിൽ പോന്നെ? അന്നാ ജോത്സ്യം പറഞ്ഞ ചില വഴിപാടുകൾ നടത്തണം. എന്നാ പിന്നെ കിടന്നുറങ്ങാൻ നോക്ക്. താമ്പോ
വഴിപാടുകളെല്ലാം നടത്തിയിട്ടുണ്ട്. ഇതിലൊരു ചരട് ജപിച്ചതുണ്ട്, അത് ശരീരത്തിൽ ധരിക്കണം. അതുപോലെ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനയ്ക്ക് ശേഷം അതിലെ ഭസ്മം നെറ്റിയിലിടണം. ശിവക്ഷേത്രത്തിൽ ധാര നടത്തിയല്ലോ അല്ലേ? ഇല്ല, അത് നാളെ നടത്തണം. എത്ര തവണ പ്രദക്ഷിണം വെക്കണം തിരുമേനി? 101 തവണ ശ്രീകോവിലിന് പ്രദക്ഷിണം വയ്ക്കണം. സകല ദോഷങ്ങളും മാറിപ്പോകാൻ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം അങ്ങനെ ചെയ്യാൻ. ഇനി പ്രദക്ഷിണം വെക്കാം. വാ. എന്തു പറ്റി? എനിക്ക് തല കറങ്ങുന്ന പോലെ ഏട്ടത്തി. സാരമില്ല, ഇനി കുറച്ചുകൂടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാം. വാ, ഞാൻ പിടിക്കാം. എവിടെ വെച്ചാ മയങ്ങി വീണത്? ക്ഷേത്രത്തിൽ വെച്ചാ. ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുൻപ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ല. തനിക്ക് ചെസ്റ്റ് പെയിൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഈ അടുത്ത ദിവസങ്ങളിലെങ്ങാനും തലാർക്കം വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല. ഈ അടുത്ത് വേറെ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.